സച്ചിതം ഫോറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ട്രെയിൻ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായി ആരാണുള്ളത്? നാടിന് നെടുകയും കുറുകയും ഗ്രാമങ്ങളും പട്ടണങ്ങളും പച്ചപ്പും ഉണക്കും കണ്ട് വ്യത്യസ്ത നാടുകളെ ഒരു പാളത്തിനപ്പുറത്ത് നിന്ന് പരിചയപ്പെട്ട് ഹൃദയത്തിലേറ്റുന്ന ട്രെയിൻ യാത്രകൾക്ക് ആരാധകർ ഏറെയുണ്ട്. എന്തു ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയി ആദ്യമെത്തുന്ന ട്രെയിനിൽ കയറിപ്പോയി നാട് കണ്ടുവന്ന പലരുടെയും കഥകൾ അനുഭവങ്ങളായും അല്ലാതെയും കേട്ടുകൊണ്ട് ഒരിക്കലെങ്കിലും അങ്ങനെയൊന്ന് പോയാൽ കൊള്ളാമെന്ന് മനസ്സിൽ ആഗ്രഹിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളിൽ പലരും. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ട്രെയിൻ യാത്രയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ ഏതെങ്കിലും ട്രെയിനിൽ കയറി പോയാൽ മതിയോ? പോരാ. ഇന്ത്യയിലെ തന്നെ മനോഹരമായ പല ഇടങ്ങളും കുറഞ്ഞ ചെലവിൽ കാണാനുള്ള അവസരമാണ് ട്രെയിൻ യാത്രകൾ നമുക്ക് തരുന്നത്. നമ്മുടെ യാത്രാ പട്ടികയിലേക്ക് കൂട്ടിച്ചേർക്കാൻ പറ്റുന്ന ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ട്രെയിൻ റൂട്ടുകൾ ഏതൊക്കെയെന്ന് നോക്കാം. ഇതിലാദ്യത്തേത് ഗുജറാത്തിലെ കച്ച് റൂട്ടാണ്. വന്ദേ ഭാരത് മെട്രോ അഥവാ നമോ ഭാരത് റാപ്പിഡ് റെയിൽ പാലത്തിലൂടെ പോകുന്ന അതിമനോഹരമായ കാഴ്ചകൾ എല്ലാവരുടെയും ഹൃദയം കവരുന്നതാണ്. യുനെസ്കോയുടെ പൈതൃക പദവി ലഭിച്ച ഊട്ടിയിലെ നീലഗിരി മൗണ്ടൻ റെയിൽവേയാണ് പട്ടികയിൽ രണ്ടാമത്തേത്. ഇന്ത്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ തീവണ്ടി സർവീസായ ഇത് ഊട്ടി യാത്രയിൽ ഒരിക്കലും മിസ് ചെയ്യരുതാത്ത ഒന്നാണ്. മേട്ടുപ്പാളയത്തെയും ഊട്ടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന നീലഗിരി മൗണ്ടൻ റെയിൽവേ മേട്ടുപ്പാളയത്ത് നിന്ന് നീലഗിരി മലനിരകളിലൂടെ ഊട്ടിയിലെ ഉദകമണ്ഡലം വരെ 46 കിലോമീറ്റർ പിന്നിട്ടുള്ള യാത്രയാണ്. മഞ്ഞ് നിറഞ്ഞു കിടക്കുന്ന പാളത്തിലൂടെ മുന്നോട്ടു പായുന്ന ട്രെയിൻ, പാളത്തിന് ഇരുവശവും മൂടിക്കിടക്കുന്ന മഞ്ഞ് കണ്ടാൽ ഇന്ത്യയിൽ തന്നെയാണോ എന്ന് സംശയം തോന്നുന്ന ഒരു പാതയാണ് പട്ടികയിൽ മൂന്നാമത്തേത്. ജമ്മു കാശ്മീരിലെ ബെനിഹാൽ ബഡ്ഗാം റെയിൽ റൂട്ട് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സഞ്ചരിക്കേണ്ട പാതയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. മലമുകളിൽ നിന്ന് കുത്തിയൊലിച്ച് താഴേക്ക് പതിക്കുന്ന ദുൽസാഗർ വെള്ളച്ചാട്ടം കാണാനുള്ള ട്രെയിൻ യാത്ര ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ റെയിൽ റൂട്ടുകളിൽ ഉൾപ്പെട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. ഗോവയിൽ കർണാടകയുടെ അതിർത്തിയോട് ചേർന്ന് ഭഗവാൻ മഹാവീർ വന്യജീവി സങ്കേതത്തിലാണ് ദുൽസാഗർ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത്. മാഡ് ഗാവോൺ ബെൽഗാം റെയിൽപാത കടന്നു പോകുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് സമീപത്തുകൂടിയാണ്. പ്രകൃതി ഭംഗിയുടെ കാര്യത്തിൽ അനുഗ്രഹീതമായ കേരളത്തിലെ റൂട്ടുകളൊന്നും പട്ടികയിൽ ഉൾപ്പെട്ടിട്ടില്ലേ എന്നോർത്ത് വിഷമിക്കേണ്ട. തിരുവനന്തപുരത്തെ കാപ്പിൽ റൂട്ട് കേരളത്തിൻ്റെ തീരദേശ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ റൂട്ടാണ്. എന്നാൽ ഇനി പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്രയ്ക്ക് നിങ്ങളും പ്ലാൻ ചെയ്തോളൂ.